ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന മുട്ട വെച്ചിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഈ ഒരു ബൺ നിറച്ച് നമുക്ക് വേണമെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ ഡിന്നറിൻ്റെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ വൈകിട്ട് ചായയുടെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അത്രയ്ക്ക് നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലെ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ടാവും, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതും പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് ചൂടായ പാനിലോട്ട് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നെയ്യോ ബട്ടറോ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞ ഒരു സവാള ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട് കുറച്ച് ഉപ്പും ഒരു 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഒരുപാട് സമയമൊന്നും വഴറ്റണ്ട, അതിൻ്റെ ഒരു പച്ചമണം ഉണ്ടല്ലോ, അതൊന്ന് മാറി വരുമ്പോഴത്തേക്കും നമുക്കിതിന് വേണ്ടുന്ന മസാല ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. അപ്പോൾ ഈ ഒരു ഗരം മസാല ചേർക്കുമ്പോൾ നമുക്ക് ഈ ഒരു ചിക്കനിൽ ചെയ്യുന്ന ആ ഒരു മണവും ടേസ്റ്റും വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിന് ശേഷം ഇതിലോട്ട് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. അതുമാത്രമല്ല, ഇനി ഇതിലോട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നല്ല സ്ട്രോങ് സോയാ സോസാണ്. അപ്പോൾ അത്രയും സ്ട്രോങ് അല്ല നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നെങ്കിൽ 1 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് വഴറ്റുമ്പോൾ അതിൻ്റെ ഒരു പച്ചമണം മാറി കിട്ടും. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന പുഴുങ്ങിയ മുട്ടയാണ്. അപ്പോൾ അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത്, ഇത് ഉണ്ട മുളകാണ്, അതായത് അധികം എരിവില്ലാത്ത മുളകാണ്. ഇനി അതും കൂടെ ചെറുതായിട്ട് അരിഞ്ഞൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മുട്ടയും ഈ മുളകും ഈ ഒരു സവാളയുടെ കൂട്ടും കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ മുട്ട ഒരുപാട് അങ്ങ് ഉടഞ്ഞു പോകരുത്. അപ്പോൾ ആ ഒരു കണക്കിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ ഒന്ന് യോജിച്ച് കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് കുറച്ച് തക്കാളി ചേർത്ത് കൊടുക്കണം. അപ്പോൾ തക്കാളി ഈ രീതിയിൽ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക, വട്ടത്തിന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഓരോ ബണ്ണിലും നമുക്ക് ഒരു തക്കാളിയുടെ പീസ് വെച്ച് വെക്കത്തക്ക കണക്കിന് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ 4 ബണ്ണ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 4 പീസ് തക്കാളി മതി. ഇതുപോലെ വട്ടത്തിനരിഞ്ഞ് നമുക്കൊരു ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് അടച്ച് വെച്ച് 1 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോഴത്തേക്ക് ഈ ഒരു മുട്ടയിൽ ഈ മസാല നല്ലതുപോലെ പിടിക്കും, ഈ ഒരു തക്കാളി ഒന്ന് വാടിക്കിട്ടും. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തക്കാളിയുടെ ആ ഒരു പച്ച മണം ഉണ്ടല്ലോ, അത് ആ 1 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ച് വെക്കുമ്പോൾ തന്നെ അതൊന്ന് മാറിക്കിട്ടും. ഒരുപാട് വെന്ത് നമുക്ക് വേണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം നമുക്കിത് ബണ്ണിലോട്ട് ഫില്ല് ചെയ്യാം. അപ്പോൾ ബണ്ണെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ബണ്ണ് വീട്ടിൽ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പം ഗോതമ്പിലും നമുക്ക് മൈദയിലും ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ മേളിൽ ലിങ്ക് കൊടുക്കാം. ഇനി നമുക്ക് ബണ്ണിൽ ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഫില്ല് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ആ ഒരു മുട്ടയുടെ കൂട്ട് ഒരു 1-2 ടേബിൾ സ്പൂണോളം വെച്ച് കൊടുത്താൽ മതി. ഒരുപാട് കൂടുതൽ വെക്കേണ്ട. ഇനി ഒന്ന് ഫുള്ളായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലോട്ട് കുറച്ച് മസാല ചീസ് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഫില്ലിങ് വെച്ചതിന് ശേഷം ഒന്ന് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ബണ്ണിൽ ഈ ഒരു ഫില്ലിങ് കറക്റ്റായിട്ട് സ്റ്റിക്കായിട്ടിരിക്കും. ഇനി നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ലേ, അതിൽ ഒരു പീസ് തക്കാളി വെച്ച് കൊടുക്കാം. ഇനി ബണ്ണ് വെച്ച് ക്ലോസ് ചെയ്തതിന് ശേഷം ഈ ബണ്ണിൻ്റെ പുറത്തായിട്ട് കുറച്ച് ബട്ടറോ നെയ്യോ എന്തെങ്കിലും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് മേൽഭാഗത്തും കൂടെ കുറച്ച് മസാല ചീസ് വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് ടോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ബണ്ണും ഒന്ന് ഫില്ല് ചെയ്തിട്ടെടുക്കാം. പിന്നെ ഇന്ന് നമുക്ക് ഒരുപാട് പേർക്ക് ഹായ് പറയാനുണ്ട്, ഒരുപാട് പേർക്ക് വിഷസ് പറയാനുണ്ട്. അപ്പോൾ ഹായ് പറയാൻ പറഞ്ഞവർക്കെല്ലാം ഒരു സ്പെഷ്യൽ ഹായ്, വിഷസ് പറയാൻ പറഞ്ഞവർക്കെല്ലാം ഹാപ്പി ബർത്ത്ഡേ. എല്ലാവരുടെ പേരും ഞാൻ ഈ സൈഡിൽ മെൻഷൻ ചെയ്യാം. പിന്നെ നമ്മുടെ ഗീവ് അവേ നടക്കുന്നുണ്ട്, അതാരും മറക്കണ്ട. അപ്പോൾ ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം ലൈക്കും കമൻറ്റും ചെയ്യുക. പിന്നെ കമൻറ്റിൽ ഞാൻ ഒരു ലിങ്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്ക് ഫുള്ളായിട്ട് ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ലൈക്കും കമൻറ്റും ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ 4 ബണ്ണും ഇതുപോലെ ഫില്ല് ചെയ്ത് നമുക്ക് നേരത്തെ ചെയ്തില്ലേ, അതുപോലെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 3 മിനിറ്റ് ബേക്ക് ചെയ്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാത്രം ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ തട്ടിലോട്ട് ഒരു തട്ട് വെച്ചിട്ട് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യണം. ആ തട്ടിലോട്ട് നമുക്ക് ഈ ഒരു 4 ബണ്ണും ഒന്ന് ഇറക്കി വെക്കാം. അപ്പം ഇനി നമുക്ക് ഈ ഒരു ബണ്ണിൻ്റെ മേളിലായിട്ട് കുറച്ച് ഒറിഗാനോയും കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുക്കാം. പ്രത്യേക ഒരു മണമായിരിക്കും ഈ ഒരു ഒറിഗാനോയും ചില്ലി ഫ്ലേക്സും കൂടെ ഇടുമ്പോൾ. ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഫസ്റ്റ് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 3 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. പിന്നെ ചീസ് പെട്ടെന്ന് മെൽറ്റ് ആവാനായിട്ട് നമ്മൾ ഇതുപോലെ അടപ്പിൽ ഹോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് അടച്ചിട്ട് വേണം നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട് തുടങ്ങാൻ. അപ്പോൾ പെട്ടെന്ന് മെൽറ്റായി കിട്ടും. ഇപ്പോൾ കറക്റ്റ് ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ല
അടിപൊളിയായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ മണമാണ് ഈ ഒരു അടപ്പ് തുറക്കുമ്പോൾ. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് വേണമെങ്കിൽ നമുക്കിത് കഴിക്കാം, അല്ലെങ്കിൽ രാത്രി കഴിക്കാം, അല്ലെങ്കിൽ ചായയോടെ കഴിക്കാം. അപ്പോൾ എന്തിനും നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. വളരെ സിമ്പിളാണ് ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്നൊരു ഹാപ്പി ന്യൂസ് പറയാനായിട്ട് നമ്മുടെ ചാനൽ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ഇന്ന് 3 lakh സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്യുകയാണ്. അതായത് 3 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിന്നൊരു രാത്രി 7 മണിയാകുമ്പോൾ ഒരു ലൈവ് വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ആ ലൈവ് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും കമൻറ്റ് ചെയ്യണം ലൈവ് കണ്ടിട്ട്. അപ്പോൾ ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ലൈവ് വീഡിയോ ചെയ്യാനായിട്ട്. അപ്പോൾ 7 മണി ആരും മറക്കണ്ട. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതുപോലുള്ള ഈസി ആയിട്ടുള്ള റെസിപ്പീസ് കാണാനായിട്ട് നമ്മളെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഓൺ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും. Assalamu alaikum. Assalamu alaikum.